എന്നിട്ട് പറ പറ എന്താ പരിപാടി? നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? ഇവിടെ വെച്ചോ? വാ വാ ഇവിടെ ഇരിക്കും. ഞാനൊരു 3 ചോദ്യം ചോദിക്കും. സത്യം മാത്രമേ പറയാവൂ, പക്ഷെ പെട്ടെന്ന് പറയാൻ വേണം. നോണ പറയാൻ പാടില്ല. ശരി. ലൈഫിലെ ഏറ്റവും കൂടുതൽ നീ മിസ് ചെയ്യുന്ന ആരെയാ? അച്ഛൻ. അച്ഛൻ കുഴപ്പമില്ല. മിസ് ചെയ്യാത്തയോ? ഫ്രണ്ട്സിനെ. ഫ്രണ്ട്സ്? അതാ നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല? ഉണ്ട്. ഫ്രണ്ട്സ് എപ്പോഴും അവൈലബിൾ അല്ലേ? എനിക്കെപ്പോഴും സങ്കടം വന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, സന്തോഷം വന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, വെറുതെ ഇരിക്കണ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പോൾ വിളിച്ച ഫ്രണ്ട്സ് വിളിക്കണം. അതൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഇതൊന്നല്ല. നീ ആരെ പ്രതീക്ഷിച്ചു? എന്റെ എക്സിന്റെ. എന്റെ പഴയ ഒരു ഭീകര പ്രണയ കഥയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. അല്ല, അത്രയ്ക്ക് അടിപൊളിയൊക്കെ ആയിരുന്നോ നിങ്ങള്? അടിപൊളിയായിരുന്നു. അല്ല, ആരാ പ്രപ്പോസ് ചെയ്തേ? ഞാൻ. എങ്ങനെയാ പ്രപ്പോസ് ചെയ്തേ? അത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമില്ലേ, അവൾ ഡബ് ചെയ്യാൻ വന്നു. അങ്ങനെ വർത്തമാനം പറഞ്ഞ കമ്പനിയായി. ഒരു ദിവസം കറങ്ങാൻ പോകുന്ന വെച്ചു. ഞാനൊരു നോയ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ വന്നു. ഞാൻ അവളെ കൊണ്ട് നേരെ നമ്മുടെ വൈപ്പിൻ്റെ ലൈറ്റ് ഹൗസില്ലേ അങ്ങോട്ട് പോയി. അവിടെ തന്നെ മുകളിൽ കൊണ്ടുപോയി ആ സൺസെറ്റ് കാണുന്ന സമയത്ത് അവിടെ വണ്ടർ വെച്ചേക്കുക. അപ്പോൾ പറഞ്ഞു, എന്നിവിടെ വരാൻ പറ്റിയിരുന്നെങ്കിലോ? എന്നെ കല്യാണം കഴിക്കും, ഡെയിലി കൊണ്ടുവരണം. അമ്പോ, അപ്പൊ നീ പണ്ടും നല്ല റൊമാൻറ്റിക് ആയിരുന്നല്ലേ? അല്ല, പിന്നെന്ത് പറ്റി? തേപ്പ് കിട്ടിയാ? 3 ചോദ്യം കഴിഞ്ഞില്ലേ? ഇന്നോണോട്ടാലോ? ഇല്ല. സാരമില്ല, പോട്ടെ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാൾ നിന്നോടൊന്ന് ചോദിക്കും, നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പ്രപ്പോസൽ ഏതാണ്? അപ്പൊ നീ ഇത് തന്നെ പറയില്ലേ? ഒരു ഭാര്യ നിലയ്ക്ക് എനിക്ക് എന്തായാലും ഈഗോ അടിക്കില്ലേ? അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു ബെസ്റ്റ് പ്രപ്പോസൽ ആയിട്ട് നീ എന്റെ അടുത്ത് വാ. അപ്പൊ നമുക്ക് ഇതൊന്ന് ആലോചിക്കാം കേട്ടോ. സൂര്യ ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രണയം തരും. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രപ്പോസൽ ഒരാൾക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും.